ഇന്ന് നമുക്ക് കോൺസ്റ്റബിൾ കനകം എന്ന മിസ്റ്ററി ത്രില്ലർ തെലുങ്ക് വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ആന്ധ്രയിലെ ഒരു ഗ്രാമത്തിലെ കാട്ടുവഴിയിലൂടെ കുറച്ച് നാളുകളായി പോകുന്ന കന്യാകുമാരായ പെൺകുട്ടികളെല്ലാം മറഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള ഗ്രാമത്തിലേക്കാണ് കഥാനായികയായ കനകം കോൺസ്റ്റബിളായി എത്തുന്നതും. തന്റെ ക്ലോസ് ഫ്രണ്ടായ ചന്ദ്രികയുടെ വീട്ടിലാണ് അവളുടെ താമസവും. ഒരിക്കൽ രാത്രി ചന്ദ്രികയ്ക്കൊപ്പം അതേ കാട്ടുവഴിയിലൂടെ വരികയായിരുന്നു കനകവും ചന്ദ്രികയും. എന്നാൽ പകുതി വഴിയിൽ വെച്ച് വണ്ടി ആക്സിഡന്റ് ആകുന്നു. അതോടുകൂടി കനകത്തിന്റെ ക്ലോസ് ഫ്രണ്ടായ ചന്ദ്രിക കാണാതെ പോകുന്നു. എന്താണ് ചന്ദ്രികയ്ക്ക് സംഭവിച്ചതെന്ന് കനകത്തിന് അറിയത്തേയില്ല. ചന്ദ്രികയ്ക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? ആ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ ആ ഒരു കാട്ടുവഴിയിൽ വെച്ച് മറഞ്ഞു പോകുന്നതിന് കാരണം എന്താണ്? തന്റെ കൂട്ടുകാരിയായ ചന്ദ്രികയെ കനകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സീരീസിന്റെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ജ്യോതി എന്ന പെൺകുട്ടി തന്റെ ഗ്രാമത്തിലേക്ക് രാത്രിയിൽ വന്ന് ബസ് ഇറങ്ങുകയാണ്. നിന്നെ വിളിക്കുവാനായിട്ട് നിന്റെ ചേട്ടൻ വന്നില്ലേ എന്ന് കണ്ടക്ടർ ചോദിക്കുമ്പോൾ ഇല്ല എന്നവൾ മറുപടി പറയുന്നു. സൂക്ഷിച്ചു പോകണേ എന്ന് കണ്ടക്ടർ പ്രത്യേകം പറയുന്നുണ്ട്. ജ്യോതി അവിടെ നിന്നും നടക്കുവാനായും ആരംഭിച്ചു. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞതും അവളെ ഫോളോ ചെയ്ത് സൈക്കിളിൽ 2 പയ്യന്മാർ വരും. എന്നാൽ അവന്മാരാണെങ്കിൽ ജ്യോതിയെ വല്ലാതെ ശല്യം ചെയ്യുകയും അവളോട് മോശമായി പെരുമാറുവാനായും ശ്രമിക്കുന്നു. അവരിൽ നിന്നും രക്ഷപ്പെട്ട ജ്യോതി ഓടിപ്പോയി ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് വിജനമായ കാട്ടിലേക്കും പ്രവേശിക്കുന്നു. ആ ചെക്ക് പോസ്റ്റ് കണ്ടതും വാടാ, ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് പേടിച്ചവന്മാർ അവിടെ നിന്നും ഓടിപ്പോകുന്നു. അവരവിടെ നിന്നും പേടിച്ചു പോകുവാനായിട്ടുള്ള കാരണം എന്തെന്നാൽ, ചെക്ക് പോസ്റ്റ് കടന്നുള്ള ആ ഒരു കാടിനെ ഗ്രാമവാസികൾ എല്ലാവരും ഒരുപാട് ഭയപ്പെടുന്നുണ്ട്. ആ കാട്ടിലേക്ക് പോയവരാരും തന്നെ ജീവനോടെ വന്നിട്ടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അങ്ങനെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ജ്യോതിയെ കാണാനില്ലാത്തതിന്റെ പോസ്റ്ററൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ജ്യോതിയുടെ സഹോദരനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കരഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ്. തന്റെ സഹോദരിയെ കാണാനില്ല, അവളെ എത്രയും വേഗം ജീവനോടെ കണ്ടെത്തി തരണമെന്ന് പറഞ്ഞാണ് സഹോദരൻ കരയുന്നതും. അങ്ങനെ സഹോദരൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ ആയിട്ടുള്ള കനകത്തെ തിരക്കുന്നതും. എവിടെ, ഇത്രയും നേരമായിട്ടും അവളെന്താ ഡ്യൂട്ടിക്ക് വരാത്തതെന്നും ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അപ്പോഴാണ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള കനകത്തെ കാണിക്കുന്നത്. കനകമാണ് കഥാനായിക. കനകം താമസിക്കുന്നത് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ ചന്ദ്രികയുടെ വീട്ടിലാണ്. ചന്ദ്രികയുടെ അമ്മ കനകത്തെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നതും. എന്നാൽ ഇപ്പോൾ കനകം എന്തോ കണ്ട് പേടിച്ചു നിൽക്കുകയാ. മറ്റൊന്നുമല്ല, പല്ലിയെ കണ്ടാണ് അവൾ പേടിച്ചു നിൽക്കുന്നതും. ഈ കനകത്തിന് ചെറിയ കാര്യം മതി പേടിക്കാൻ. പോലീസാണെങ്കിലും പല്ലി, പാറ്റ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കനകത്തിന് വല്ലാത്ത പേടിയാണ്. ബാത്റൂമിൽ കയറി കുളിക്കുവാനായിട്ടിരിക്കുന്ന കനകം പല്ലിയെ കണ്ട് പേടിച്ചൊരു മൂലയ്ക്ക് നിൽക്കുമ്പോഴോ ചന്ദ്രികയുടെ അമ്മയും ചന്ദ്രികയും വന്നാണ് ആ ഒരു പല്ലിയെ ഓട്ടിച്ചു കളഞ്ഞതും. അങ്ങനെ എത്രയും വേഗം കുളിച്ച് യൂണിഫോമും ഇട്ട് സ്റ്റേഷനിലേക്ക് പോകുവാനായി ഇറങ്ങും. എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപ് തന്നെ കാക്കയ്ക്ക് ആഹാരം വെക്കാറുള്ളത് കനകം പതിവായിരുന്നു. കാരണം കനകം കൊടുക്കുന്ന ആ ആഹാരം കഴിക്കാനായി എത്തുന്ന കാക്ക തന്റെ മരിച്ചുപോയ അമ്മയാണെന്നാണ് കനകം കരുതുന്നതും. അവൾ എത്രയും വേഗം സ്റ്റേഷനിലേക്കും എത്തുന്നുണ്ട്. അപ്പോഴേക്കും ഇൻസ്പെക്ടർ കനകത്തെ പൊക്കിയിരുന്നു. ഒരുപാട് ലേറ്റ് ആയല്ലോ, ഇത്രയും നേരമായിട്ടും എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോഴോ പല്ലിയെ പേടിച്ച് നിന്നതാണെന്ന് അവൾക്ക് പറയാൻ പറ്റുമോ? കനകം അതിന് മറുപടി കൊടുക്കില്ല. അപ്പോഴേക്കും അവളെ രക്ഷിക്കുവാനായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ എത്തി. ശരി ശരി, എന്തായാലും നീ ഇന്ന് ലേറ്റ് ആയില്ലേ, ഇന്ന് നീ സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യണ്ട, ജാത്രാ ഉത്സവം നടക്കുകയല്ലേ, നീ അവിടേക്ക് പോകുവാനായിട്ടും ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു. അങ്ങനെ കനകമാണെങ്കിലോ ഉത്സവം നടക്കുന്ന സ്ഥലത്തെത്തുകയാണ്. ഒരുപാട് ജനങ്ങൾ ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നു. അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കനകവും അവിടേക്ക് എത്തിയിരിക്കുന്നതും. ഇത്രയും നേരമായിട്ടും പൂജ ആരംഭിച്ചിട്ടില്ല. ഗ്രാമതലവന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും. അപ്പോഴേക്കും ഗ്രാമതലവൻ അവിടെ എത്തുന്നു. ദേ, ഈ വീൽ ചെയറിൽ വരുന്ന ആളില്ലേ, അയാളാണ് ഗ്രാമതലവൻ. തലവൻ വന്നതും പൂജയും ആരംഭിച്ചു. കൂടാതെ കനകത്തിന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടായ ചന്ദ്രികയുടെ ഡാൻസും ആരംഭിക്കുകയാണ്. അവൾക്കൊപ്പം ഒരുപാട് പേരും ഡാൻസ് കളിക്കുവാനായി ഉണ്ട്. എന്നാൽ ചന്ദ്രികയ്ക്കൊപ്പം ഡാൻസ് കളിച്ചുകൊണ്ട് നിന്ന ബാബുജി ചന്ദ്രികയുടെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു. ദേഷ്യമെന്ന ചന്ദ്രിക ബാബുജിക്കിട്ടൊരെണ്ണം കൊടുക്കും. അപ്പോഴേക്കും ആളുകളെല്ലാം അവിടെ തടിച്ചുകൂടിയിരുന്നു. നീ എന്തിനാ ഈ ഒരു ചെറിയ കാര്യത്തിന് അവനെ തല്ലിയത്, ആണിന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോ എന്നൊക്കെ പറഞ്ഞാണ് ആളുകളെല്ലാം തടിച്ചുകൂടിയതും. എന്നാൽ ചന്ദ്രിക പറയുന്നതോ, ഇവൻ മനഃപൂർവ്വമാണ് എന്റെ ദേഹത്തേക്ക് വന്നു വീണത് എന്ന് തന്നെ അവൾ ഉറച്ചു നിൽക്കും. അപ്പോഴേക്കും ഗ്രാമതലവനും സംഭവ സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അവിടെ എത്തുന്ന കനകമാണെങ്കിലോ ചന്ദ്രികയെ പിടിച്ചുകൊണ്ടു പോകും. എന്തിനാ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാണ് അവളെ വിളിച്ചുകൊണ്ടു പോകുന്നതും. പക്ഷേ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അടി കിട്ടിയത് കൊണ്ട് തന്നെ ബാബുജിക്ക് ചന്ദ്രികയോട് വല്ലാത്ത ദേഷ്യമായി. ചന്ദ്രികയോട് പ്രതികാരം വീട്ടണമെന്ന മട്ടിൽ നിൽക്കുകയാണ് ബാബുജി. അങ്ങനെ കനകം തന്റെ ഡ്യൂട്ടി കഴിഞ്ഞതുകൊണ്ട് തന്നെ ചന്ദ്രികയും കൂട്ടി അവിടെ നിന്നും തന്റെ വണ്ടിയിൽ യാത്രയായി.
ഇവർ രണ്ടുപേരും പോകുന്നത് അതേ സ്റ്റേഷനിലുള്ള മറ്റൊരു കോൺസ്റ്റബിൾ കാണുന്നുണ്ടായിരുന്നു. അയാൾക്ക് സത്യത്തിൽ കനകത്തെ ഇഷ്ടമേയല്ല. കനകത്തിന് എങ്ങനെയെങ്കിലും പണി കൊടുത്ത് അവളെ ആ ഒരു പോസ്റ്റിൽ നിന്നും ഇറക്കണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നതും. കാരണം അയാളുടെ ഒരു ബന്ധുവിനെ കനകത്തിന് പകരമായിട്ട് അവിടെ കൊണ്ടുവരാനിരുന്നതായിരുന്നു. പക്ഷേ ആ ഒരു ഗ്യാപ്പിലാണ് കനകം കയറിയതും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവൾക്ക് പണി കൊടുത്ത് അവിടെ നിന്നും ഇറക്കിയിട്ട് തന്റെ ബന്ധുവിനെ തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരണമെന്നാണ് അയാൾ കരുതിയിരിക്കുന്നതും. കനകവും ചന്ദ്രികയും പോകുന്നത് കാടിനുള്ളിലുള്ള വഴിയിലൂടെയായിരുന്നു. അന്നേ ദിവസം കനകത്തിന്റെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ചന്ദ്രിക അത് ആഘോഷിക്കുവാനായും തീരുമാനിച്ചു. കനകത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചന്ദ്രിക കയ്യിൽ കരുതിയിട്ടുണ്ട്. സത്യത്തിൽ ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും സഹോദരങ്ങളെ പോലെയാ. ചന്ദ്രികയ്ക്ക് കനകമെന്ന് വെച്ചാൽ അത്രയ്ക്കും ജീവനാണ്. അതുപോലെ തന്നെയാണ് കനകത്തിനും. അവർ രണ്ടുപേരും സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ അയവിറക്കുകയാണ്. മാത്രവുമല്ല, കനകത്തിന് വേണ്ടിയിട്ട് അല്പം കള്ളും ചന്ദ്രിക കൊണ്ടുവന്നു. രണ്ടുപേരും കള്ളൊക്കെ കുടിച്ച് അവിടെ നിന്നും വീണ്ടും യാത്രയായി. കള്ള് കുടിച്ചതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ചെറിയ കിക്കുണ്ടായിരുന്നു. എന്നാൽ ഏത് കാട്ടിലേക്കാണ് പെൺകുട്ടികൾ പ്രവേശിക്കാൻ പാടില്ലാത്തത്, ഏത് കാട്ടിൽ വന്നാലാണ് പെൺകുട്ടികൾ അപ്രത്യക്ഷമാകുന്നത്, അതേ കാട്ടിലേക്ക് തന്നെ ഇരുവരും പ്രവേശിക്കുന്നു. എന്നാൽ കാട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ രണ്ടുപേരുടെയും വണ്ടി മറിയുകയും രണ്ടുപേർക്കും പരിക്ക് പറ്റുകയും ചെയ്തു. ആ സീൻ അവിടെ കട്ടായി. അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. കനകം സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്ക് എത്തിയത് കയ്യിലുള്ള മുറിവുകളൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടാണ്. ഇതെന്ത് പറ്റിയെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്ന സമയമായിരുന്നു ചന്ദ്രികയുടെ അമ്മ അവിടേക്ക് വരുന്നതും. തന്റെ മകളെ ഇന്നലെ മുതൽ കാണാനില്ല എന്ന് ചന്ദ്രികയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കനകത്തിനോട് പ്രതികാരമുണ്ടായിരുന്ന ആ ഒരു കോൺസ്റ്റബിൾ കാണുന്നുണ്ടായിരുന്നു. കോൺസ്റ്റബിൾ ഉടനെ തന്നെ ഇൻസ്പെക്ടറിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഇന്നലെ ചന്ദ്രികയെ ഉത്സവ സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് കനകമാണ്. രണ്ടുപേരും വണ്ടിയിൽ പോകുന്നത് ഞാൻ കണ്ടതാ. ഈ കനകത്തെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രിക എവിടെയാണെന്ന് അറിയാമെന്നും ആ ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കനകത്തെ ചോദ്യം ചെയ്യുകയാണ്. തലേ ദിവസം എന്താണ് സംഭവിച്ചതെന്നും കനകം തുറന്നു പറയുവാനായും ആരംഭിച്ചു. അവരുടെ രണ്ടുപേരുടെയും വണ്ടി മറിഞ്ഞല്ലോ. രണ്ടുപേർക്കും നന്നായിട്ട് പരിക്ക് പറ്റി. അതുകൊണ്ട് തന്നെ അടുത്തുള്ളൊരു ക്ലിനിക്കിലേക്ക് പോകും. അവിടെ വെച്ച് കനകത്തിന് ഇഞ്ചക്ഷൻ എടുക്കണമെന്നും ഡോക്ടർ പറയുന്നു. കനകത്തിന് ഇഞ്ചക്ഷൻ നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ ബഹളം വയ്ക്കും. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞതും അവൾക്ക് ട്രിപ്പ് ഇടണമെന്നും ഡോക്ടർ പറയുന്നു. കനകം ട്രിപ്പ് ഇടുന്ന സമയത്ത് താൻ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ചന്ദ്രിക പോകുവാനായും ഇറങ്ങി. ഒറ്റയ്ക്ക് പോകണ്ട, ഈ നഴ്സും ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാ, നഴ്സിനൊപ്പം പോകുവാനായിട്ടും പറഞ്ഞ് ചന്ദ്രിക ഒരു നഴ്സിനൊപ്പമാണ് പറഞ്ഞു വിട്ടത്. പിന്നീട് എന്തായി എന്ന് എനിക്കറിയില്ല എന്നും കനകം പറയുന്നു. ആ ഒരു നഴ്സിനെ പിടിച്ച് ചോദ്യം ചെയ്താൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമെന്നും കനകം പറയും. അതനുസരിച്ച് ആ ക്ലിനിക്കിലുള്ള നഴ്സിനെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ നഴ്സ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുവാനായും ആരംഭിച്ചു. നഴ്സും ചന്ദ്രികയുമാണ് ഒരുമിച്ച് കാടിനുള്ളിലൂടെ നടന്നു പോകുന്നതും. എന്നാൽ അവർക്ക് മുന്നിലേക്ക് പെട്ടെന്നൊരാൾ വന്നു നിൽക്കുന്നു. അത് മറ്റാരുമല്ല, ഈ നഴ്സിന്റെ കാമുകനാണ്. രണ്ടുപേരും വീട്ടിൽ ആരും അറിയാതെ പ്രണയിക്കുകയാണ്. രണ്ടുപേർക്കും കല്യാണം കഴിക്കണമെന്നും പ്ലാനുണ്ട്. അവരെ രണ്ടുപേരെയും കണ്ട ചന്ദ്രിക, എങ്കിൽ ശരി, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കേ, ഞാൻ വീട്ടിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ചന്ദ്രിക യാത്രയായി. അവൾ ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് പോയതെന്നും നഴ്സ് പറയുന്നു. ചന്ദ്രിക ഒറ്റയ്ക്ക് പോയ സമയത്ത് ഒരു തീപ്പന്തവുമായിട്ട് ഒരാൾ ചന്ദ്രികയെ ഫോളോ ചെയ്തു. ഇതേ പന്തവുമായി പോകുന്ന ആൾ തന്നെയാണ് സിനിമയുടെ തുടക്കത്തിൽ ജ്യോതിയെ കാട്ടിൽ വെച്ച് കാണാതായ സമയത്തും അവിടെ ഉണ്ടായിരുന്നതും. യഥാർത്ഥത്തിൽ ചന്ദ്രികയ്ക്കും ജ്യോതിക്കുമൊക്കെ എന്ത് സംഭവിച്ചു? ആ തീപന്തവുമായിട്ട് പോകുന്ന ആൾ അമാനുഷിക ശക്തിയാണോ അതോ മനുഷ്യനാണോ എന്നൊന്നും അറിയില്ല. ചന്ദ്രികയ്ക്ക് എന്ത് സംഭവിച്ചു കാണും എന്ന ടെൻഷനിലിരിക്കുകയായിരുന്നു കനകവും ചന്ദ്രികയുടെ അമ്മയും. അതേസമയം തന്നെ കനകത്തിനൊരു കാര്യം ഓർമ്മ വരും. ചന്ദ്രിക ബാബുജി അടിച്ച സമയത്ത് എങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ പ്രതികാരം വീട്ടണമെന്ന മട്ടിൽ നിൽക്കുകയായിരുന്നല്ലോ ബാബുജി. അവന്റെ മുഖത്തെ ആ ഒരു ഭാവമെല്ലാം അന്ന് കനകം കണ്ടിരുന്നു. ബാബുജി ആയിരിക്കുമോ ചന്ദ്രികയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച കനകം ഉടനെ തന്നെ ഇൻസ്പെക്ടറിനോട് അത് പോയി പറയും. ഇൻസ്പെക്ടർ ബാബുജിയുടെ വീട്ടിലേക്ക് അന്വേഷിക്കുവാനായും പോകുന്നുണ്ട്. ബാബുജിയുടെ വീട്ടിലെത്തി നോക്കുന്ന സമയത്തോ അവിടെ ബാബുജി ഇല്ല. കുറച്ചു കഴിഞ്ഞതും സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരും. കനകത്തിനോട് ഫയലും എടുത്തുകൊണ്ട് താൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരണമെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു. അങ്ങനെ ഇൻസ്പെക്ടർ പറഞ്ഞ സ്ഥലത്തേക്ക് കനകം ഫയലുമായി എത്തുകയാണ്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴക്കരയിലായിട്ട് ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ഒരുപാട് ആളുകളും കൂടി നിൽക്കുന്നുണ്ട്. ചന്ദ്രികയാണോ എന്ന ടെൻഷനായിരുന്നു കനകത്തിന്. ആ ഒരു ഫയൽ നോക്കുന്ന സമയത്ത് ഫയലിൽ എഴുതിയിരുന്ന പേര് ബാബുജി എന്നായിരുന്നു. ബാബുജി മരണപ്പെട്ടെങ്കിൽ ചന്ദ്രികയെ കാണാതായതിനു പിന്നിൽ പിന്നെ ആരാണെന്നും കനകം ചിന്തിക്കുന്നു.
ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഒരു കൊച്ചു പയ്യന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. ആ പയ്യനെ അവന്റെ അച്ഛൻ എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. എപ്പോഴും എന്ത് കാര്യത്തിനും അവന് ബെൽറ്റിനടിക്കും. അടിച്ചടിച്ച് അവനെ അച്ഛനോട് വെറുപ്പായി. ആകെ അവനോട് ആ വീട്ടിൽ സ്നേഹത്തോടെ പെരുമാറുന്നത് അവന്റെ അമ്മ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ എപ്പോഴും അടിക്കുന്നത് കൊണ്ട് ഒരു ദിവസം അച്ഛന്റെ കയ്യിൽ നിന്ന് ബെൽറ്റിന് അടി കിട്ടി അവൻ ആഹാരം കഴിക്കാതെ ഇരിക്കും. അമ്മ എത്ര തന്നെ അവനെ നിർബന്ധിച്ചിട്ടും അവൻ കഴിക്കുന്നതേയില്ല. അവന്റെ സങ്കടം മാറ്റുവാൻ വേണ്ടിയിട്ട് അമ്മ അവന് ഒരു കുഞ്ഞു നായ്ക്കുട്ടിയെ ഗിഫ്റ്റ് കൊടുത്തു. ആ നായ്ക്കുട്ടി അവന്റെ കയ്യിൽ കിട്ടിയതോടു കൂടിയാണ് അവന് സന്തോഷവും സമാധാനവുമായതും അവൻ ആഹാരം കഴിക്കുവാനായും തുടങ്ങിയതും. എന്നാൽ ഒരു ദിവസം ആ നായ്ക്കുട്ടി അച്ഛനടുത്തേക്ക് പോവുകയും അച്ഛനതിനെ കയ്യിലെടുത്ത് വെച്ച് കൊഞ്ചുന്നതും അവൻ കാണുന്നു. അതോടുകൂടി അവനൊരു സൈക്കോയെ പോലെ ആയി മാറി. ആ നായ്ക്കുട്ടി തിരികെ അവന്റെ അടുത്ത് വന്നതും അതിനെ കൊണ്ടുപോയി അവൻ കത്തിച്ച് കൊന്നുകളയും. അവൻ ചെയ്ത ആ ഒരു ക്രൂര പ്രവൃത്തി അച്ഛൻ കണ്ടുകൊണ്ടുവരികയും നീ എന്താടായി കാണിക്കുന്നതെന്ന് ചോദിച്ച് വീണ്ടും അവന് ബെൽറ്റിനടിക്കുകയും ചെയ്തു. അതോടുകൂടി അച്ഛനോടുള്ള ദേഷ്യം അവന് വീണ്ടും ഇരട്ടിയായി. അച്ഛന്റെ ആ ഒരു പ്രവൃത്തി അവന് വീണ്ടും മാനസികമായി ബാധിച്ചു. അവനിലൊരു സൈക്കോ വളർന്നു വരുവാനായും തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി അമ്മ അച്ഛന്റെ റൂമിലേക്ക് പോകുന്നത് അവൻ കണ്ടു. അതോടുകൂടി അവൻ അമ്മയോടും ദേഷ്യമായി. അച്ഛനോട് സ്നേഹത്തോട് പെരുമാറുന്ന ആരും തന്നെ ജീവനോടെ വേണ്ട എന്ന് ചിന്തിച്ച അവൻ അമ്മയെ ടെറസിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നു. ഇങ്ങനെയുള്ളൊരു വിഷവിത്തിനെയാണ് അവർ വളർത്തിക്കൊണ്ടുവന്നതും. ഈ പയ്യനും ഈ ഗ്രാമത്തിനും ഗ്രാമത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്കും കാണാതായ പെൺകുട്ടികൾക്കും എന്താണ് ബന്ധമെന്ന് വഴിയെ മനസ്സിലാകും. ആ ഒരു സീൻ അവിടെ കട്ടായി. കനകത്തിന് ചന്ദ്രികയെ കുറിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമമാണ്. കാരണം ചന്ദ്രിക അവൾക്ക് ഒരു കൂട്ടുകാരി മാത്രമല്ല, അവളുടെ അമ്മയെ പോലെയായിരുന്നു. അവളെ അത്ര നന്നായിട്ട് അവൾ കെയർ ചെയ്യുമായിരുന്നു. ചന്ദ്രികയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നും കനകം തീരുമാനിക്കുന്നു. ചന്ദ്രികയും ബാബുജിയും തമ്മിലാണല്ലോ അന്ന് പ്രശ്നമുണ്ടായത്. എന്നാൽ ആ ബാബുജി ഇപ്പോൾ മരണപ്പെട്ടു. ചന്ദ്രികയും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നേരെ കനകം പോകുന്നത് ബാബുജിയുടെ ഫ്രണ്ട്സിനടുത്തേക്കാണ്. ബാബുജിക്ക് കനകത്തിനോട് പ്രതികാരം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. സത്യത്തിൽ ബാബുജിക്ക് ചന്ദ്രികയുടെ പ്രതികാരമൊന്നുമില്ല. ബാബുജി ചന്ദ്രികയെ ഒൺസൈഡായിട്ട് പ്രണയിക്കുക, ഇതുവരെയും അവളോട് തുറന്നു പറയുക പോലും അവൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും കൂട്ടുകാർ പറയുന്നു. ചന്ദ്രികയെ കാണാതായതിനു പിന്നിൽ ബാബുജിയല്ല മറ്റാരോ ആണെന്നും കൂട്ടുകാർ പറഞ്ഞു. അതോടുകൂടി പിന്നീട് ചന്ദ്രികയ്ക്ക് എന്ത് സംഭവിച്ചു കാണും എന്ന് ടെൻഷനായി കനകത്തിന്. കനകം നേരെ എത്തിയത് ഗ്രാമത്തലവനടുത്തേക്കാണ്. ഗ്രാമത്തലവനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഇനി ആ കാടിന്റെ പരിസരത്തേക്ക് ഒരു പെൺകുട്ടികൾ പോലും ഈ ഗ്രാമത്തിൽ നിന്ന് പോകാൻ പാടില്ല എന്നും കനകം ഗ്രാമത്തലവനോട് പറയുന്നു. അന്നേ ദിവസം രാത്രി തന്നെ ഹെഡ് കോൺസ്റ്റബിളിനെയും കൊണ്ട് കനകം നേരെ ആ ചെക്ക് പോസ്റ്റിനടുത്തേക്ക് പോകും. അവിടെ ഒരു പെൺകുട്ടികളും ഈ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ബോർഡ് വെക്കുവാൻ വേണ്ടിയിട്ടാണ് രണ്ടാളും രാത്രി അവിടേക്ക് പോയത്. ബോർഡൊക്കെ വെച്ചതിന് ശേഷം അവിടെ കാവൽ നിൽക്കുകയായിരുന്നു കനകം. ആ സമയത്ത് കാടിനുള്ളിലായിട്ട് എന്തോ കനകം കാണുന്നു. അതെന്തെന്നറിയുവാനായിട്ട് കനകം അകത്തേക്ക് പോയ സമയത്ത് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകരുത്, അപകടമാണെന്ന് കോൺസ്റ്റബിൾ വിളിച്ചു പറയും. എന്നിട്ട് ഹെഡ് കോൺസ്റ്റബിളും അവൾക്കൊപ്പം പോവുകയാണ്. എന്നാൽ കാടിന്റെ ഒത്ത നടുക്കെത്തിയ സമയത്ത് വവ്വാലുകൾ കൂട്ടമായിട്ട് പറക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. മാത്രവുമല്ല അവിടെ എന്തൊക്കെയോ മന്ത്രവാദം ചെയ്തതിന്റെ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. മുട്ടയൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ എന്തോ മന്ത്രവാദം നടന്നിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. മാത്രവുമല്ല അവിടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് എന്തോ പ്രത്യേക രാശിയിലുള്ള പെൺകുട്ടികളെയാണ് ആ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നതെന്നും ഇതുവരെയും കാണാതെ പോയ പെൺകുട്ടികളെല്ലാം ആ രാശിയിൽപ്പെട്ടവരാണെന്നും അവൾക്ക് അതിൽ നിന്ന് മനസ്സിലായി. അവിടെ പൂർണ്ണമായും അന്വേഷിക്കുമ്പോൾ ഒരു വാച്ചും കിട്ടുന്നു. ആ വാച്ച് അവിടെ ഉണ്ടായിരുന്ന രാജ് എന്ന് പറഞ്ഞ ഒരാളിന്റെ വാച്ചായിരുന്നു. അങ്ങനെ അത് മനസ്സിലാക്കിയ കനകമാണെങ്കിൽ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും രാജിനെ കൊണ്ടുവന്ന് അടിച്ചു ചോദ്യം ചെയ്യുകയും ചെയ്തു. താൻ ആ കാട്ടിൽ പന്നിവേട്ടയ്ക്കാണ് പോയതെന്നും പോയ സമയത്ത് വാച്ച് മിസ്സായി, അല്ലാതെ ഞാനിതുപോലെ മന്ത്രവാദമൊന്നും ചെയ്തിട്ടില്ല എന്നും രാജ് പറയുന്നു. ഈ രാജല്ലെങ്കിൽ പിന്നീട് ആരായിരിക്കും ഇതിനെല്ലാം പിന്നിലെന്നും കനകം ചിന്തിക്കും. തൃശൂലം എന്നൊരു മന്ത്രവാദമാണ് അവിടെ നടന്നിരിക്കുന്നതും ഈ മന്ത്രവാദം എന്തിനാണെന്നും ആരായിരിക്കും ഇത് ചെയ്യുന്നതെന്നും അറിയുവാൻ വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ഒരു പൂജയൊക്കെ ചെയ്യുന്ന സ്ത്രീയോട് അവൾ ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് തൃശൂലം എന്നത് അഘോരമായിട്ടുള്ളൊരു മന്ത്രവാദമാണ്. ഇത് ചെയ്യുന്ന ആളിന്റെ മുതുകിൽ എപ്പോഴും തൃശൂലം പച്ച കുത്തിയിട്ടുണ്ടാകും. ആ ആളാണ് ഈ മന്ത്രവാദം ചെയ്യുന്നതെന്നും പ്രത്യേകം അവർ എടുത്തു പറയുന്നു. അങ്ങനെയാണെങ്കിൽ തൃശൂലം മുതുകിൽ പച്ച കുത്തിയിരിക്കുന്നത് ആരായിരിക്കുമെന്ന അന്വേഷണം കനകം ആരംഭിക്കുന്നു. അതേ സമയത്തായിരുന്നു അതേ കാട്ടിൽ വെച്ച് അവൾ ഒരാളെ കാണുന്നതും. അയാളുടെ മുതുകില് തൃശൂലം കുത്തിയിട്ടുണ്ട്. പൂജ ചെയ്യുവാനായി വന്ന ആളാണ്. ആളിനെ കണ്ടതും അവൾ ഞെട്ടിപ്പോകും. അത് മറ്റാരുമല്ല, ഗ്രാമത്തലവൻ തന്നെയായിരുന്നു.
ഗ്രാമത്തലവന് നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ സിമ്പതി കിട്ടുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീൽ ചെയറിലിരിക്കുന്നതും. എന്നാൽ ഇപ്പോൾ നല്ല ശക്തിയോടുകൂടി നിന്ന് മന്ത്രവാദമൊക്കെ ചെയ്യുകയാണ് ഗ്രാമത്തലവൻ. അത് കാണുന്ന കനകമാണെങ്കിലോ അയാളുടെ മുന്നിലേക്ക് വരും. ആ ഒരു മന്ത്രവാദം തടയുവാനായിട്ടും അവൾ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് എവിടെയാണ് ചന്ദ്രികയെന്നും ഇതുവരെയും കാണാതെ പോയ പെൺകുട്ടികളൊക്കെ എവിടെയാണെന്നും അറിയണം. എന്നാൽ ഗ്രാമത്തലവനാണെങ്കിലോ മന്ത്രവാദമൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതീവ ശക്തിയുണ്ടായിരുന്നു. അതിനിടയിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കനകത്തിന് കഴിയുന്നില്ല. കനകത്തെ അയാൾ ഒരുപാട് ഉപദ്രവിക്കും. അവസാനം കനകമാണെങ്കിലോ തന്റെ കൈവശമുണ്ടായിരുന്ന ബെൽറ്റ് എടുത്ത് അയാളെ തടയുവാനായും ശ്രമിച്ചു. ബെൽറ്റ് കണ്ടതും ഗ്രാമത്തലവൻ ഒരു കുട്ടിയെ പോലെ പതുങ്ങുവാനായും തുടങ്ങി. എന്നെ ഒന്നും ചെയ്യരുത് എന്ന മട്ടിൽ ഒരു കുട്ടിയെ പോലെ ഗ്രാമത്തലവൻ കരയുന്നു. അത് മനസ്സിലാക്കിയ കനകമാണെങ്കിലോ ബെൽറ്റ് വെച്ച് തന്നെ അയാളെ നിയന്ത്രിക്കും. ഒടുവിൽ അയാളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുത്തുകയാണ്. അവിടെ എത്തുന്ന പോലീസുകാരാണെങ്കിലോ ലാത്തിക്ക് അയാളെ ഒരുപാട് തല്ലും. എന്നിട്ടും ഗ്രാമത്തലവനാണെങ്കിൽ ഒന്നും പറയാതെ അതെല്ലാം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അകത്തേക്ക് വന്ന കനകമാണെങ്കിൽ തന്റെ ബെൽറ്റ് എടുത്ത് അടിക്കുവാനായും ആരംഭിച്ചു. ബെൽറ്റ് കണ്ടതോടുകൂടി ഗ്രാമത്തലവന്റെ സ്വഭാവമേ മാറി. കൊച്ചുകുട്ടിയെ പോലെ കെഞ്ചുവാനായും ആരംഭിച്ചു. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നവൾ ചോദിക്കുന്ന സമയത്താണ് തന്റെ കഥ തുറന്നു പറയുവാനായും ആരംഭിച്ചത്. ഇടയ്ക്കൊരു ചെറിയ പയ്യന്റെ ഫ്ലാഷ് ബാക്ക് കാണിച്ചില്ലായിരുന്നോ? അച്ഛൻ എപ്പോഴും ബെൽറ്റിന് തല്ലുന്നത് കൊണ്ട് തന്നെ സൈക്കോ ആയി മാറി പയ്യൻ. ആ പയ്യൻ തന്നെയാണ് ഈ ഗ്രാമത്തലവനും. അമ്മയെ കൊന്നതിനു ശേഷം അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കും പോയി. അവന് വല്ലാത്ത കുറ്റബോധമായിരുന്നു. അവിടേക്ക് എത്തുന്ന അവന്റെ മാമനാണെങ്കിലോ ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ഇവൻ മെന്റലി അവനത് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി മാമൻ അവനെ തന്റെ കൂടെ കൂട്ടി. മാമനാണെങ്കിലോ അവനെയും കൊണ്ട് ഈ ഗ്രാമത്തിലേക്ക് വന്നു. ഇപ്പോൾ പ്രശ്നം നടക്കുന്ന ഗ്രാമത്തിലേക്ക്. അവിടെ മാമനാണെങ്കിൽ പാചകക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നതും. എന്നാൽ പകൽ പാചകക്കാരനാണെങ്കിലും രാത്രി സമയങ്ങളിൽ മന്ത്രവാദമാണ് പതിവ്. മാമനിൽ നിന്നാണ് താൻ ഈ ഒരു മന്ത്രവാദമൊക്കെ പഠിച്ചതെന്നും ഒരു പ്രത്യേക രാശിയിലുള്ള പെൺകുട്ടികളെ എല്ലാവരും ബലി കൊടുത്തു കഴിഞ്ഞാൽ തന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാനാകുമെന്നും അതിനു വേണ്ടിയിട്ടാണ് തൃശൂലം എന്ന ആഭിചാര കർമ്മം താൻ ചെയ്തതെന്നും അയാൾ തുറന്നു സമ്മതിക്കും. അത് കേട്ട് കനകം ഞെട്ടിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ നീ ബലി കൊടുത്ത പെൺകുട്ടികളെ എല്ലാവരെയും എവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴോ ഈ ഗ്രാമത്തിന് അടുത്തായിട്ടുള്ള ഒരു വയലോരത്താണ് താൻ അവരെയെല്ലാം മറവ് ചെയ്തിരിക്കുന്നതെന്നും ഗ്രാമത്തലവൻ തുറന്നു പറയുന്നു. അങ്ങനെ കനകമാണെങ്കിലോ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. അവൾക്ക് പിന്നാലെ ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. ഗ്രാമത്തലവൻ പറഞ്ഞ അതേ വയലിന് കരയിലുള്ള സ്ഥലത്തേക്കാണ് അവൾ എത്തിയിരിക്കുന്നത്. അവിടെ ഒരുപാട് റോസാ ചെടികൾ നട്ടിട്ടുണ്ട്. ഒരു പൂന്തോട്ടം പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും. സത്യത്തിൽ എന്തെന്നാൽ ഓരോ പെൺകുട്ടികളെയും ബലി കൊടുത്തിട്ട് അവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടും. കുഴിച്ചിട്ടതിന് മുകളിലായിട്ട് റോസാ ചെടികളും വെക്കും. അതെല്ലാമാണ് അവിടെ പൂത്തു നിൽക്കുന്നതും. അങ്ങനെ എല്ലാവരും ചേർന്ന് കുഴികൾ ഓരോന്നായി തോണ്ടുവാനായും തുടങ്ങി. ഓരോ കുഴികൾ തോണ്ടുമ്പോഴും ഇത്രയും നാളായിട്ട് ഗ്രാമത്തലവൻ ബലി കൊടുത്ത പെൺകുട്ടികളുടെയൊക്കെ അസ്ഥികൂടമൊക്കെയാണ് കിട്ടുന്നത്. അതെല്ലാം കാണുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളാണെങ്കിൽ പൊട്ടിക്കരയുകയാണ്. പക്ഷേ ചന്ദ്രികയുടെ ശവശരീരം മാത്രം കിട്ടിയിട്ടേയില്ല. അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക എവിടെ എന്ന ചോദ്യം കനകത്തിനുണ്ടാകും. കനകം ഉടനെ തന്നെ സ്റ്റേഷനിലെത്തി ഗ്രാമത്തലവനോട് ചന്ദ്രികയെ പറ്റി അന്വേഷിക്കും. ചന്ദ്രികയോ? അതാരാ? ആ രാശിയിലുള്ള പെൺകുട്ടിയെ ഞാൻ കടത്തിയിട്ടില്ലല്ലോ. സത്യത്തിൽ എനിക്ക് പൂജ അവസാനിപ്പിക്കുവാനായിട്ട് വേണ്ട രാശിയിലുള്ള പെൺകുട്ടി നീ തന്നെയായിരുന്നു. നിന്നെയായിരുന്നു ഞാൻ നോക്കി വെച്ചിരുന്നത്. പക്ഷേ നിന്റെ കൂട്ടുകാരിയായ ചന്ദ്രികയെന്നും ഞാൻ കടത്തിയിട്ടില്ല എന്നും ഗ്രാമത്തലവൻ പറയും. അത് കേട്ട് കനകം ഞെട്ടിപ്പോകും. അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക എവിടെ പോയിട്ടുണ്ട്? ചന്ദ്രിക ആരാണ് കടത്തിക്കൊണ്ടു പോയത്? ബാബുജിയുടെ മരണത്തിന് പിന്നിൽ ആരായിരിക്കും എന്നുള്ള ചോദ്യമൊക്കെ കനകത്തിനുണ്ടാകുന്നു. ചന്ദ്രിക എവിടെ പോയി എന്നത് അടുത്ത സീസണിലാണ് കാണിക്കുന്നതും. ഈ ഒരു ഫസ്റ്റ് സീസൺ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സീസണിലാണ് ചന്ദ്രിക എങ്ങനെ കാണാതെ പോയെന്നും ബാബുജി എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതൊക്കെ തുറന്നു പറയുന്നതും. അതോടുകൂടി ഈ സീസണിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.